والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ചുകൂടലും പിരിയലും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. തഖബ്ബൽ അല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. എല്ലാവർക്കും ഈദുൽ അദ്ഹ ബലിപെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ പ്രപഞ്ചത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒഴുക്ക് തന്നെ ഒരു താളാത്മകമായി നമുക്ക് അനുഭവപ്പെടും. എല്ലാ ദിവസവും കൃത്യമായി സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ചന്ദ്രൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു, ഋതുഭേദങ്ങളെല്ലാം മാറി മറിഞ്ഞു വരുന്നു. അങ്ങനെ ഈ പ്രകൃതിയുടെ ഓരോ ഘടനയും അതത് സമയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കുന്നു എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും ഈ പ്രപഞ്ചത്തിന്റെ ഒഴുക്ക് കൃത്യമാണെന്നത് ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തുകയാണ്. വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. ഗോളങ്ങൾ വരെ അതിന്റെ ഭ്രമണപഥങ്ങളിൽ കൃത്യമായി സഞ്ചാരം നടത്തുന്നു എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ഒരു താളാത്മകത നമുക്ക് മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം ആരുടെയോ കീഴിൽ അനുസരണയോടുകൂടെ ചലിക്കുന്നു എന്നതുകൊണ്ടാണ്. അനുസരണമാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ കൃത്യതയുള്ളവനാക്കുന്നത്, മേന്മയുള്ളവനാക്കുന്നത്. അതാണ് പ്രപഞ്ചത്തിൽ നിന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കയറി വരുന്നവരൊക്കെ കുറച്ച് മുന്നോട്ട് ഗ്യാപ്പുകളൊക്കെ ഉള്ളത് അത് ഫില്ല് ചെയ്തിരുന്ന ഇനി ശേഷം വരുന്ന ആളുകൾക്കൊക്കെ അവിടെ സ്ഥലമുണ്ടാകുമെന്ന് അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് വിധേയപ്പെട്ട് കൃത്യമായി അതിന്റെ ഡ്യൂട്ടികൾ നിർവഹിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ താളാത്മകതയെ ആസ്വദിക്കാൻ കഴിയുന്നുവെങ്കിൽ മനുഷ്യരാകുന്ന മാനവകുലവും അതുപോലെ നിയമങ്ങൾക്കനുസൃതമായി എല്ലാത്തിനും വിധേയപ്പെട്ട് ജീവിക്കുകയാണ് എങ്കിൽ അവിടെ സൗന്ദര്യാത്മകമായ സന്തോഷദായകമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും എന്ന് നമുക്ക് ബോധ്യമാണ്. ഞാൻ ആരെയും അനുസരിക്കുകയില്ല, ഞാൻ ആർക്കും വിധേയപ്പെട്ട് കൊടുക്കുകയില്ല, ഞാൻ ആരുടെയും ഇംഗിതത്തിന് വഴങ്ങുകയില്ല, ഞാൻ ആരും പറഞ്ഞാലും കേൾക്കുകയില്ല എന്ന മനോഭാവമാണ് നമുക്കുള്ളത് എങ്കിൽ പലപ്പോഴും അവിടെ സ്വസ്ഥമായ ജീവിതം സാധ്യമാവില്ല. അവിടെ പലരുടെയും ആശയങ്ങൾ സംഘട്ടനങ്ങളിലായി അത് സംഘർഷങ്ങളിലേക്ക് നയിക്കുകയും പിന്നീട് യുദ്ധസമാനമായി തീരുകയും ചെയ്യും എന്നത് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അനുസരണ എന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. എന്നാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ വിളിക്കുന്ന പേര് തന്നെ മുസ്ലിം എന്നാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന് വിധേയപ്പെട്ടു കൊടുക്കുന്നവൻ, വിനീത വിധേയനായി അള്ളാഹുവിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്നവൻ, സറണ്ടർ ചെയ്ത് കീഴൊതുങ്ങി കൊടുക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ ഇസ്ലാം നമുക്ക് നൽകുന്ന നിർദ്ദേശം അള്ളാഹുവിനെ വഴിപ്പെടണമെന്നാണ്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടണം, അള്ളാഹുവിന്റെ പ്രവാചകന് വഴിപ്പെടണം. അവിടുന്ന് കൈകാര്യകർത്തൃത്വങ്ങൾ ആരെയാണോ ഏൽപ്പിച്ചത് അവർക്ക് വഴിപ്പെടണം എന്ന് അല്ലാഹു നമ്മോട് ഉത്കർഷിക്കുകയാണ്. അപ്പൊ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ വഴിപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ അനുസരണ എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഴിപ്പെടുന്നത്, തങ്ങളെ അനുസരിക്കുന്നത്.
തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ് വമൻ അസ്വാനി ഫഖദ് അസ്വ അല്ലാഹ്. എന്നെ ആര് വഴിപ്പെട്ടോ, എനിക്കാര് കീഴടങ്ങിയോ, ഞാൻ പറയുന്നത് ആര് അനുസരിച്ചോ അവർ അല്ലാഹുവിനെയാണ് അനുസരിച്ചത്. ഞാൻ പറയുന്നതിനോട് ആര് ധിക്കാരപൂർവ്വം നിലപാട് സ്വീകരിച്ചോ അവർ ധിക്കരിക്കുന്നത് അല്ലാഹുവോടാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവോടും അവന്റെ റസൂലിനോടുമുള്ള വഴിപ്പെടൽ, അനുസരണ, അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ആ അനുസരണയോട് ചേർത്ത് വെക്കുകയാണ് അവന്റെ മാതാപിതാക്കളോടുള്ള അനുസരണ. വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ എങ്ങനെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, അനുസരിക്കുന്നത് പോലെ നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വരാൻ കാരണക്കാരനായവർ, അവർക്ക് നിങ്ങൾ വഴിപ്പെട്ടു കൊടുക്കണം. അവരുടെ തൃപ്തിയിലാണ് എല്ലാം കിടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൃപ്തിപ്പെടുത്തുന്നത് നമ്മുടെ മാതാപിതാക്കളെ തൃപ്തിപ്പെടുത്തുമ്പോഴാണ്. മാതാപിതാക്കളോടുള്ള ദേഷ്യം അല്ലാഹുവോടുള്ള കോപത്തിന്റെ കാരണമാകുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാം വിധേയപ്പെട്ട് അനുസരണയോടുകൂടെ ജീവിക്കുക എന്നാണ് നമ്മുടെ ഈ പ്രപഞ്ചം പറയുന്നത്. മാനവകുലം ആവശ്യപ്പെടുന്നത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കുന്നവരാണ്, റോഡ് നിയമങ്ങൾ പാലിക്കുന്നവരാണ്. ഇന്ന് റോഡുകളിൽ അപകടങ്ങൾ വരാനുള്ള കാരണം അനുസരണ ഇല്ലാത്തത് കൊണ്ടാണ്. രാജ്യ നിയമങ്ങൾ, നമുക്ക് അനുകൂലമായ എല്ലാ നിയമങ്ങളെയും നമ്മൾ അനുസരിക്കുന്നവരാണ്. മുതിർന്ന ആളുകൾ പറയുന്നത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ്. അനുസരണ എന്നത് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ്. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും മുന്നിൽ കൈക്കും പിന്നെ മധുരിക്കുമെന്നാണ് പറയാറുള്ളത്. അവരെ നാം പറയുന്നത് കേൾക്കണം, മൂത്തവർ പറയുന്നത് കേൾക്കുകയും അവരോട് അനുസരണയോടെ ഒരു വിധേയത്വം ഉണ്ടാവുകയും വേണം. ഗുരുക്കന്മാരെ ആദരിക്കുകയും അവർ പറയുന്നതിനനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നല്ല ഭാവി നമുക്കുണ്ടാവുന്നത്. അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുസരണ എന്നത് അവന്റെ ജീവിതത്തിന്റെ ഇതിവൃത്തമാണ് എന്ന് പറയാം. എന്നാൽ ആ അനുസരണയിലൂടെയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ എല്ലാ വിജയങ്ങളും നേടി പിടിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു നമുക്ക് നല്ല അനുസരണയുള്ള ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അനുസരണയിലൂടെ വിജയം കൈവരിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓരോ ബലിപെരുന്നാളും നമ്മിലേക്ക് കൊണ്ടുവന്നു തരുന്ന സന്ദേശം. ചരിത്രത്തിന്റെ ഇന്നലകളുടെ ഏടുകൾ പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിനെ വിധേയപ്പെട്ട് ജീവിച്ചവർ, അള്ളാഹിനെ അനുസരിച്ച് ജീവിച്ചവർ, അവരെ വിജയം കൊയ്തിട്ടുള്ളൂ എന്ന് ഓരോ താളുകളും നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ അതിലേറ്റവും വലിയ ഉദാഹരണം the acme of obedience, അനുസരണയുടെ ഉച്ചി എന്ന് പറയാൻ പറ്റുന്ന മൂർത്തിമത് ഭാവമാവുന്ന അനുസരണ കൊണ്ട് നടന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചത് മെസൊപ്പൊട്ടോമിയൻ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമായിരുന്ന ഇന്ന് ഇറാഖിന്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ബാബിലോണിയ എന്ന് പറയുന്ന പ്രദേശത്താണ്. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും നദീതീരങ്ങളിൽ അവിടെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദാമ്പത്യത്തിൽ ഏറെ കൊതിച്ചത് നമുക്ക് കൊതിക്കുന്നത് പോലെ ഒരു കൺമണി ഉണ്ടാവണമെന്നാണ്. ഒരു കുഞ്ഞിന് വേണ്ടി വല്ലാതെ ദാഹിച്ചു. അല്ലാഹു ആയുരാരോഗ്യമുള്ള, അതല്ലെങ്കിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ആയുഷ്കാലത്തിൽ അല്ലാഹു തആല മക്കളെ കൊടുത്തില്ല. ജീവിതത്തിന്റെ അന്ത്യ നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പൊന്നോമനയായിക്കൊണ്ട് ഒരു മകനെ കൊടുക്കുന്നത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്മായിൽ എന്ന പേരിട്ട ആ കുഞ്ഞുമണിയെ വളരെയധികം താലോലിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ആ കുഞ്ഞുമായി സമയം ചിലവഴിക്കുകയും വളരെ ആനന്ദത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനിടയ്ക്ക് കൂടുതൽ താലോലിക്കാൻ അല്ലാഹു അവസരം നൽകുന്നില്ല. ആ സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ മെസ്സേജ് വരുന്നത്. നിങ്ങൾ തങ്ങളുടെ ഭാര്യയെയും മകനെയും കൂട്ടി അവിടെ നിന്ന് ഏകദേശം 2000-ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള മക്ക എന്ന് പറയുന്ന ഇന്നത്തെ കഅബ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കണം. ബാബിലോണിയയിൽ നിന്ന് സഞ്ചരിക്കണമെങ്കിൽ എത്ര മാസങ്ങൾ പിടിക്കും? ഇന്നത്തെ പോലെ ഞൊടിയിടയിൽ വന്നു പോകാനുള്ള സംവിധാനങ്ങളില്ല.
ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ തന്റെ മകനെയും തന്റെ ഭാര്യയെയും കൂട്ടി വരുന്നു കഅബയുടെ ചാരത്തിൽ. അന്ന് കഅബയില്ല, ഊഷരമായി കിടക്കുന്ന ഭൂമിയാണ്. ഒരാളെ വിളിച്ചാൽ കേൾക്കില്ല. ഒരു നിലക്കും അവിടെ ഒരു പച്ചപ്പ് പോലുമില്ല. എന്തിനെന്ന് ജലാശയം പോലുമില്ലാത്തവരിടം. കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ നിന്ന് ആർത്തഹർത്തിച്ചാൽ ഒരാള് പോലും, ഒരു ജീവി പോലും കേൾക്കാനില്ലാത്തിടം. ഊഷരമായ മരുഭൂമിയിൽ മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയായ ഹാജറ ഉമ്മയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പൊന്നോമനെയും തന്നെ ലാളിച്ച് കൊതി തീർന്നിട്ടില്ല. ആ സമയത്ത് കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു മെസ്സേജ് കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ചോദിക്കുന്നില്ല, പടച്ചോനെ വേറെന്തെങ്കിലും ഒരു ഓപ്ഷൻ എനിക്ക് തന്നിരുന്നെങ്കിൽ സന്തോഷമായിരുന്നു. ഇല്ല, അല്ലാഹു എന്താണോ പറഞ്ഞത് അതാണ് മുസ്ലിം. അല്ലാഹ് എന്ത് പറഞ്ഞു അത് സ്വീകരിക്കുന്നവർ. അല്ലാഹ് പറഞ്ഞത് സ്വീകരിച്ചു. ആ സന്ദർഭത്തിൽ ഭാര്യയോട് പറയാണ്, നിങ്ങളെ തനിച്ചാക്കി പോകാനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത്. ആ ഉടനെ തന്നെ ഭാര്യ ചോദിക്കുന്നുണ്ട്, ആ അല്ലാഹു അമറക ബിഹാദ, ഇത് അല്ലാഹുവാണ് കൽപ്പിച്ചത്? ഞാൻ അതെ. ഇതെല്ലാം യുവയ്യഅനാ റബ്ബുൽ ആലമീൻ, എന്നാ ലോകരക്ഷിതാവായ റബ്ബ് ഞങ്ങളെ കൈയൊഴിയുകയില്ല, പടച്ച റബ്ബിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും വലിയ അനുസരണയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു മഹദിയായ ബീവി ഹാജറ റളിയല്ലാഹു അൻഹാ. ആ ഉമ്മ ചരിത്രത്തിൽ പിന്നീട് പിറക്കുന്നത് വലിയ വലിയ സംഭവങ്ങളാണ്. അവിടെ കഴിഞ്ഞുകൂടുമ്പോഴാണ് ദാഹജലം തീരുന്നു. അസ്സംസമൽ ഗസീർ, ഉറവ വറ്റാത്ത സംസം. ആ സംസം നമുക്ക് കിട്ടാൻ കാരണമായത് എങ്ങനെയാണ്? മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാക്കുകൾക്ക് വിധേയപ്പെട്ടു കൊടുത്ത ഭാര്യ, ആ സന്താനം, അവരവരുടെ ആ വിധേയമാണ്, അനുസരണയാണ് യഥാർത്ഥത്തിൽ ആ സംസമിനെ സമ്മാനിച്ചത്. ആ അനുസരണയാണ് ഒന്നുമല്ലാതെ നിന്ന ഊഷരമായി കിടന്നിരുന്ന ഭൂമിയെ ഊർവരമാക്കി തീർത്തത്. ഇന്ന് ലോക മുസ്ലിങ്ങളുടെ തലസ്ഥാന നഗരിയായി, ലോക മുസ്ലിം പൈതൃകത്തിന്റെ വലിയ നാഗരിക തലസ്ഥാന നഗരിയായി ഇന്ന് മക്ക മാറിയെങ്കിൽ, കഅബയും പരിസരവും മാറിയെങ്കിൽ, അൽ മക്കത്തുൽ മുനീറയായി പ്രകാശിതമായി എങ്കിൽ, പ്രിയപ്പെട്ടവരെ അതിന്റെ കാരണം എന്താണ്? അല്ലാഹുവോടുള്ള അനുസരണയായിരുന്നു. പടച്ച റബ്ബിനെ അനുസരിച്ചപ്പോഴുള്ള റിസൾട്ടാണ് ഓരോ സംസമിന്റെ ഇറക്കം. നമ്മൾ ഹജ്ജിന് ഉംറക്ക് പോയി കൊണ്ടുവരുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങി കുടിക്കുമ്പോൾ നമ്മൾ അവരെ ഓർക്കുകയാണ്. ഓരോ പെരുന്നാളിലും ഓർക്കുകയാണ്. തീർന്നില്ല, ഓരോ വക്തിലും മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർക്കാതെ നമുക്ക് നിസ്കാരത്തിൽ നിന്ന് പുറത്തു കടക്കാനാവില്ല. അപ്പൊ ഇബ്രാഹിം നബി അനുസരണയുള്ളവരായി എന്നതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെയും തന്റെ ഭാര്യയെയും അവിടെ ഇട്ടേച്ച് പോയതിനു ശേഷം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. എപ്പോഴും വന്നു നോക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അന്ന് പെട്ടെന്ന് വന്നു പോകാനുള്ള സംവിധാനങ്ങളില്ല. 2000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നുള്ള ബാബിലോണിയയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അല്ലാഹു തആല മറ്റൊരു മെസ്സേജ് നൽകുകയാണ്. എന്താണ് ആ മെസ്സേജ്? മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഈ ഭൂമി ലോകത്ത് നിന്ന് അറുത്ത് കളയണമെന്നാണ് മെസ്സേജ് നൽകുന്നത്. മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക, ഞാൻ നിങ്ങളെ അറുക്കുന്നതായി ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫൻദുർ മാദാ തറ, എന്താ അഭിപ്രായം പൊന്നുമോനെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ചെറിയ മക്കളെയൊക്കെ സുന്നത്തിന് പിടിച്ചു കൊണ്ടുപോകുന്ന അവസരത്തിൽ പോലും വഴങ്ങിത്തരാത്ത നമ്മൾ, അനുഭവമുള്ള നമ്മൾ ഓരോരുത്തരും മോനോട് പറയാണ്, മോനെ നിന്നെ അറുക്കാൻ കൊണ്ടുപോവുകയാണ്. നമ്മളോടാണ് അങ്ങനെ പറഞ്ഞതല്ലെങ്കിൽ എന്തായിരിക്കും? വാപ്പയെ വിട്ട് ഓടിക്കളയുമെന്നാണ്. എന്നാൽ ആ മകനായ സയ്യിദുനാ ഇസ്മാഈൽ നബി അലൈഹിസ്സലാം പറഞ്ഞത്, യാ അബതിയോ പൊന്നുപ്പ, ഫഫഅൽ മാ തുമർ, നിങ്ങളോട് എന്താ കൽപ്പിച്ചത് നിങ്ങൾ അത് ചെയ്തോ, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് വിധേയപ്പെട്ടു കൊടുത്ത് വാപ്പായെ അനുസരിച്ച ഒരു മകനെ, തന്റെ ഭർത്താവിനെ അനുസരിച്ച ഒരു ഭാര്യയെ, അല്ലാഹുവിനെ അനുസരിച്ച ഒരു പിതാവിനെ, അനുസരണയുടെ ഒരു കുടുംബത്തെയാണ് നമ്മൾ ഓരോ ബലിപെരുന്നാൾ വരുമ്പോൾ ചർച്ച ചെയ്യുന്നത്. ആ മകൻ അനുസരിച്ചു കൊടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേണ്ടെന്ന് വെക്കുകയും അതിനു വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തുനിഞ്ഞ സമയത്ത് തന്നെ ഒരാളിനെ നൽകുകയും പിന്നീട് അത് നമുക്ക് ഖുർബാനയായി ഓരോ ബലിപെരുന്നാളിലും സമർപ്പിക്കാൻ ഉദ്ഹിയ്യത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിക്കുകയും ചെയ്തു. ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കർമ്മം ഉദ്ഹിയ്യത്ത് അറുക്കുക എന്നതാണ്. ആ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഓർക്കാതെ നമുക്ക് ഇങ്ങനെ ഉദ്ഹിയ്യത്ത് അറുക്കാൻ കഴിയും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരു അനുസരണയുടെ റിസൾട്ട് അതാണ്. അനുസരണയുണ്ടോ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമുക്ക് വിജയമുണ്ട് എന്ന് കാണിച്ചു തന്ന ചരിത്രമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും കുടുംബത്തിന്റെയും ചരിത്രം. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്.
നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പൂർണ്ണമായി അനുസരിക്കുകയും റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വിധേയമായി ജീവിക്കുകയും ചെയ്താൽ ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ അല്ലാഹുവിന്റെ വിജയികളാണ് എന്ന് ഖുർആൻ പറയാം. ഐതിഹാസികമായ വിജയം ദുനിയാവിലും ആഖിറത്തിലും നമുക്കുണ്ടാകും. നമ്മുടെ ഭാര്യമാർ അനുസരിക്കുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് ആരെങ്കിലും വേവലാതിപ്പെടുന്നുണ്ട് എങ്കിൽ, ഇന്ന ആളുകളൊന്നും നമുക്ക് വിധേയപ്പെട്ട് തരുന്നില്ല എന്ന് വേവലാതി പറയുന്നുണ്ടെങ്കിൽ, റബ്ബാകുന്ന അല്ലാഹുവോട് നാം എത്രത്തോളം അനുസരിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഈ ദിവസത്തിൽ വിചിന്തനം നടത്തേണ്ടതാണ്. ഇബ്രാഹിം നബി അല്ലാഹുവെ അനുസരിച്ചു. പടച്ച റബ്ബ് എന്താണോ പറഞ്ഞത് അതിനപ്പുറത്തൊന്നും ചിന്തിച്ചില്ല. തന്റെ ഭാര്യയെയും മകനെയും കൊണ്ടുപോയാക്കിട്ട് തിരിച്ചു വരാൻ, റബ്ബേ ഞാൻ എന്ത് ചെയ്യും, അവനെ നീ എന്ത് ചെയ്യും? നോ, അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അമ്മ എന്ത് പറഞ്ഞു, ഉടമ എന്ത് പറഞ്ഞു, അതിന് വിധേയപ്പെടുന്ന അടിമ എന്നതിന്റെ ഗരിമയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ 100% ആക്യുറേറ്റ് ആയ സമർപ്പണം അല്ലാഹുവിനെ സമർപ്പിക്കാൻ ഇതുപോലെ നമുക്ക് സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ മക്കൾ നമുക്ക് വഴങ്ങി തരും, നമ്മുടെ ഭാര്യമാര് നമുക്ക് വഴിപ്പെട്ടു തരും. അവർ നമ്മൾ പറഞ്ഞത് കേൾക്കുകയും അനുസരിക്കുകയും വളരെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മെസ്സേജാണ് ഓരോ ബലിപെരുന്നാളും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവനെ അനുസരിക്കുന്ന, അവനെ ത്വാഅത്ത് ചെയ്ത് ജീവിക്കുന്ന നല്ലവരായ മുസ്ലിംകളായി ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല മുഅ്മിനീങ്ങളായി ജീവിച്ച് നല്ല മുഅ്മിനീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധമായ പെരുന്നാൾ ദിവസം അത് സന്തോഷത്തിന്റെ ദിവസമാണ്. പുതിയ ഉടവടകൾ ധരിക്കുക എന്ന് മാത്രമല്ല സന്തോഷം, അതിന്റെ അകത്തളങ്ങളിൽ തഖ്വയുടെ ഒരു ഉടവടയുണ്ട്, ഒരു പുടവയുണ്ട്. അത് ധരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സന്തോഷം പൂർണ്ണമാകുന്നത്. യൗമു തസ്ബീഹിൻ വ തഹ്മീദ്, തസ്ബീഹുകളുടെയും തക്ബീറുകളുടെയും തഹ്മീദുകളുടെയും ദിവസമാണ്. മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ആഘോഷം. നമുക്ക് ആഘോഷത്തിന് അതിർവരമ്പുകളുണ്ട്. ആത്മീയതയിൽ ചാലിച്ചെടുത്ത ആത്മീയത ഊന്നിയ ഒരു ആഘോഷമാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ അതിർവരമ്പുകൾ ഒരിക്കലും ലംഘിക്കാൻ പാടില്ല. അത് വളരെയധികം ശ്രദ്ധയോടുകൂടെയായിരുന്നു. ഇന്നത്തെ ദിവസം ഉദ്ഹിയ്യത്ത് അറുത്ത് പടച്ച റബ്ബിന് സമർപ്പണം നൽകി റബ്ബിലേക്ക് കൂടുതൽ അടുക്കാൻ ദുആ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ശിരസാവഹിച്ച് പൂർണ്ണമായ ഒരു മുസ്ലിമായി ജീവിക്കണം എന്ന ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യേണ്ട ദിവസമാണ് യഥാർത്ഥത്തിൽ യൗമുൽ ഈദ് എന്ന് പറയുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന്, നാം കുടുംബ ബന്ധങ്ങളിൽ എല്ലാം നല്ല സന്ദർശനം നടത്തണം. നമ്മുടെ കുടുംബങ്ങൾ അറ്റുപോയ കണ്ണികളുണ്ടെങ്കിൽ വിളക്കി ചേർക്കാനുള്ള ഒരു അവസരമാണ്. കുടുംബ ബന്ധം ചേർക്കുക എന്നത് മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു. ആരെ കുടുംബ ബന്ധത്തെ ചേർത്തോ അവരെ അല്ലാഹു ചേർത്ത് പിടിക്കുകയും ആരെ വിച്ഛേദിച്ചോ അതിനെ അല്ലാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് വിച്ഛേദിക്കുകയും ചെയ്യുമെന്നാണ് മുത്തനബി പഠിപ്പിച്ചത്. അതുകൊണ്ട് അയൽപക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ ഇതൊക്കെ പുതുക്കാനുള്ള ഒരു നല്ല മുഹൂർത്തമാണ്. എവിടെയെങ്കിലും മറ്റുപോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വല്ല തനിപ്പിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, കൊടുത്തു വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തുന്നിച്ചേർക്കാനുള്ള ഒരു ദിവസമാണ് എന്നാണ് ഈദുൽ അദ്ഹ നൽകുന്ന സന്ദേശം. പാവങ്ങളെ ചേർത്ത് പിടിക്കുകയും ഉദ്ഹിയ്യത്തിന്റെ മാംസമായ അവരുടെ വീടുകളിലേക്ക് കയറി സന്തോഷം അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത് ഈ പെരുന്നാൾ ഒരു സന്തോഷത്തിന്റെ ദിവസമാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പെരുന്നാൾ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബ് ഇവിടെ സന്തോഷത്തോടുകൂടെ ഒരുമിച്ച് കൂടിയ ഈ നിമിഷം പോലെ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.